അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിപ്പിക്കാം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് താഴെ ചോദിക്കുന്നത്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം 40 വയസ്സായപ്പോൾ, അപ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. മക്കയിൽ ഹിജറ പോയി, വഫാത്തായി, നബിയായി, മാതാവ് വഫാത്തായി, നബിയുടെ ഭാര്യ. അപ്പം ഒന്നാമത്തതിനോട് യോജിച്ചത് 40 വയസ്സായപ്പോൾ എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? നബിയായി എന്നുള്ളതാണ്. അതവിടെ എടുത്ത് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം 6 വയസ്സായപ്പോൾ മാതാവ് വഫാത്തായി. അപ്പോൾ അവിടെ മാതാവ് വഫാത്തായി എന്നുള്ളതാണ് ആ ബ്രാക്കറ്റിൽ നിന്നും രണ്ടാമത്തതിനോട് യോജിച്ചതായിട്ടുള്ളത് എടുത്തെഴുതാനുള്ളത്. അപ്പോൾ അവിടെ മാതാവ് വഫാത്തായി എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം 53 വയസ്സായപ്പോൾ ഹിജറ പോയി, അല്ലേ? അപ്പോൾ അവിടെ ഹിജറ പോയി എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. നാലാമത്തത് 63 വയസ്സായപ്പോൾ വഫാത്തായി. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും വഫാത്തായി എന്നുള്ളത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് ആയിഷ ബീവി. അപ്പോൾ അതിനോട് ചോദിച്ചത് എന്താണ്? നബിയുടെ ഭാര്യ. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഇനി ആറാമത്തതാണ് ഏറ്റവും അവസാനത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിൽ, അല്ലേ? അപ്പോൾ അവിടെ മക്കയിൽ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. അതവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം യോജിച്ച കാര്യങ്ങൾ എടുത്തെഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മുർസലുകളുടെ വിശേഷണവും അതുപോലെ മലക്കുകളുടെ വിശേഷണവും നൽകിയിട്ടുണ്ട്. അപ്പം ഓരോന്നും അതിൻ്റെതായിട്ടുള്ള കോളത്തിൽ എഴുതുക. നമുക്ക് ആ ബ്രാക്കറ്റിൽ ഒന്ന് വായിച്ചു നോക്കാം. മനുഷ്യരാണ്, പ്രകാശം കൊണ്ട് പടയ്ക്കപ്പെട്ടവരാണ്, ഉറക്കവും ക്ഷീണവും ഇല്ല, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചവരാണ്, സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അപ്പോൾ ഒന്നാമത്തേത് മുർസലുകൾ എന്നുള്ളതാണ്. അതിനോട് യോജിച്ചത് ഏതൊക്കെയാണ്? മനുഷ്യരാണ്, പിന്നെയോ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചവരാണ്. അപ്പം ഇതൊക്കെയാണ് മുർസലുകൾ എന്നുള്ള ഭാഗത്ത് എഴുതാനുള്ളത്. രണ്ടാമത്തത് മലക്കുകൾ എന്നുള്ള ഭാഗത്ത് എഴുതാനുള്ളത് ഏതെല്ലാമാണ്? പ്രകാശം കൊണ്ട് പടയ്ക്കപ്പെട്ടവരാണ്, ഉറക്കവും ക്ഷീണവും ഇല്ല, സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അതാണ് മലക്കുകൾ എന്നുള്ള ഭാഗത്ത് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം താഴെ എഴുതിയവക്ക് നേരെ ഇസ്ലാം, ഈമാൻ എന്നെഴുതുക. അപ്പം ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണെങ്കിൽ ഇസ്ലാം എന്നെഴുതുക, ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണെങ്കിൽ ഈമാൻ എന്നെഴുതി കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിൽ വിശ്വസിക്കൽ. അപ്പം അത് എന്തിൽ പെട്ടതാണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതുക. രണ്ടാമത്തത് 5 നേരം നിസ്കരിക്കൽ. അപ്പം 5 നേരം നിസ്കരിക്കൽ എന്നുള്ളത് എന്താണ്? ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ. അപ്പം അത് ഏത് കാര്യങ്ങളിൽ പെട്ടതാണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ. അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് റമദാൻ നോമ്പ് നോൽക്കൽ. അത് ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. അവിടെ ഇസ്ലാം എന്ന് എഴുതി കൊടുക്കുക. ഇനി ആറാമത്തെ ചോദ്യമാണ് അവസാന നാളിൽ വിശ്വസിക്കൽ. അപ്പം അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവിടെ ഈമാൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി ഏഴാമത്തത് 5 കാര്യങ്ങളുണ്ട്. അതേതാണ്? ഇസ്ലാമാണ്, അല്ലേ? ഇസ്ലാമാണ് 5 കാര്യങ്ങളുള്ളത്. ഇനി
എട്ടാമത്തത് 6 കാര്യങ്ങളുണ്ട്. അതേതാണ്? ഈമാൻ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6. അപ്പം എട്ടാമത്തത് 6 കാര്യങ്ങളുണ്ട് എന്നുള്ളതിന് നേരെ ഈമാൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി 4ാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇസ്രാഫീൽ എന്ന മലക്ക് സൂറിൽ 1ാമത് ഊതുമ്പോഴാണ് ലോകം നശിക്കുക, അല്ലേ? അപ്പോൾ അവിടെ നശിക്കുക എന്നുള്ളതാണ് എഴുതി കൊടുക്കാറുള്ളത്. 2ാമത്തെ ചോദ്യം, 2ാമത് സൂറിൽ ഊതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിച്ച് എഴുന്നേൽക്കും. അപ്പോൾ അവിടെ എഴുന്നേൽക്കും എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി 3ാമത്തെ ചോദ്യം, അവരെയെല്ലാം അള്ളാഹു വിചാരണക്കായി മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ അവിടെ ഒരുമിച്ച് കൂട്ടും എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി 4ാമത്തെ ചോദ്യം, സജ്ജനങ്ങളെ അള്ളാഹു സർവ സുഖങ്ങളുമുള്ള സ്വർഗത്തിൽ താമസിപ്പിക്കും. സജ്ജനങ്ങളെ അള്ളാഹു സർവ സുഖങ്ങളുമുള്ള സ്വർഗത്തിൽ താമസിപ്പിക്കും. ഇനി 5ാമത്തതാണ് ഏറ്റവും അവസാനത്തെ ചോദ്യം, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ദുർജനങ്ങളെ അവൻ കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഇടും. അപ്പോൾ അവിടെ നരകത്തിൽ ഇടും എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് 5ാമത്തത്, ഉത്തരം എഴുതാം. 5ഓളം ചോദ്യങ്ങൾ തന്നെയാണ് അവിടെയും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായി നോക്കുക. ഓരോ ചോദ്യത്തിനും ശരിയായിട്ടുള്ള രൂപത്തിലുള്ള ഉത്തരം എഴുതുക. 1ാമത്തെ ചോദ്യം, ഈ ലോകം നശിക്കുന്ന നാളിന് പറയുന്ന പേരെന്ത്? എന്താണ്? ഖിയാമത്ത് നാൾ. അപ്പോൾ ഖിയാമത്ത് നാൾ എന്നാണ് ഈ ലോകം നശിക്കുന്ന നാളിന് പറയുന്ന പേര്. 2ാമത്തെ ചോദ്യം, ഖദർ എന്നതിന് പറയാവുന്ന മറ്റൊരു വാക്ക് എന്ത്? ഖദർ എന്നതിന് പറയാവുന്ന മറ്റൊരു വാക്ക് എന്ത്? ഉത്തരം ഖളാ. 3ാമത്തെ ചോദ്യം, നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത്? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നാണ് നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതിനോടൊപ്പം നാം പറയേണ്ടത്. 4ാമത്തെ ചോദ്യം, അംബിയ മുർസലുകൾ ആരാണ്? ഉത്തരം അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്തു. അവരാണ് അംബിയ മുർസലുകൾ. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, ജീവികളിൽ ഉത്കൃഷ്ടരാണ് ആര്? ഉത്തരം മനുഷ്യർ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.